പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പിന്നെയും ഞാൻ വന്നിരിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായിട്ട്. നമ്മളിന്ന് പ്രധാനമായിട്ട് കേൾക്കാൻ പോകുന്നത് വിശ്വാസത്തെക്കുറിച്ചാണ്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ആരുടെ ഒരു പ്രത്യേക സ്വന്തമായിട്ടുള്ള ഒരു നേട്ടമൊന്നുമല്ല. അത് ദൈവം തരുന്നതാണ് വിശ്വാസം എന്ന വരം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവവുമായിട്ട് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വിശ്വാസമില്ലെങ്കിൽ പിന്നെ നമ്മൾ നിരീശ്വരവാദിയാണ്, നിരീശ്വരന്മാരാണ് അല്ലേ. വിശ്വാസമില്ലല്ലോ. അപ്പോൾ പിന്നെ വിശ്വാസമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതെങ്ങനെ നമുക്ക് ആ വിശ്വാസം ആർജിക്കാം, അതെങ്ങനെ എവിടെ നിന്നാണെന്ന് നമ്മൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ അതിനെപ്പറ്റി ഇന്നൊന്ന് സ്റ്റഡി ചെയ്യുകയാണ്. ഞാൻ അതിനു മുമ്പിൽ തന്നെ റോമാക്കാർക്കൊരു ലേഖനം 10-ാം അധ്യായത്തിൽ നിന്നുള്ള ചില തിരുവചനങ്ങൾ ഇവിടെ കോട്ട് ചെയ്യുകയാണ് കേട്ടോ. 10-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവചനം, ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ശ്രദ്ധിച്ചോ? ഒന്നുകൂടെ, ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ യേശു കർത്താവാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ധ്യാനിക്കേണ്ടത്. യേശു കർത്താവാണ്, നമ്മുടെ രക്ഷകനാണ്. യേശു നമ്മുടെ രക്ഷകനും കർത്താവും നാഥനും എല്ലാമാണ്. അപ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം. ദൈവം അവനെ മരിച്ചു 3-ാം ദിവസം പീഡകൾക്ക് ശേഷം 3-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റല്ലോ എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പം ഹൃദയത്തിൽ വിശ്വസിക്കണമെങ്കിൽ വിശ്വാസം എന്ന ആ വരം വേണം. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വിശ്വാസം എങ്ങനെ ഉണ്ടാകും, അതിനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. 10-ാമത്തെ തിരുവചനം, റോമർക്കെഴുതിയ ലേഖനം 10:10. എന്തുകൊണ്ടെന്നാൽ മനുഷ്യർ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. 11-ാമത്തെ തിരുവചനം, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാർക്കും തമ്മിൽ വ്യത്യാസമില്ല. ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. അപ്പം അത് മനുഷ്യർ ഏത് ജാതിക്കാരനാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് ദൈവം തരും. അത് യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞ പോലെ ഇന്ത്യക്കാരനും യഹൂദനും തമ്മിൽ വ്യത്യാസമില്ലെന്ന് പറഞ്ഞ പോലെയാണത്. നമ്മൾ ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. ഒറ്റ ഒരാൾ മാത്രമേ കർത്താവായിട്ടുള്ളത്, കർത്താവ് യേശു ക്രിസ്തുവാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു അല്ലേ. വിളിച്ചപേക്ഷിക്കണം. വിളിച്ചപേക്ഷിക്കണമെങ്കിൽ നമുക്ക് ചുമ്മാ വിളിച്ചപേക്ഷിക്കാൻ പറ്റുമോ? വിശ്വാസം വേണം. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. അങ്ങനെയാണ്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നുണ്ടോ, സുനിശ്ചിതമായിട്ടും നമ്മൾ സ്വർഗത്തിലെത്തിയിരിക്കും. അതാണ് ആ വചനമായിട്ട് അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വിശ്വാസം നമ്മളിൽ എങ്ങനെ ആർജിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിചിന്തനം ചെയ്യുന്നത്. നമ്മൾ പല വചന പ്രഘോഷണങ്ങൾ കേൾക്കാറുണ്ട് അല്ലേ. നമ്മൾ കൺവെൻഷനുകൾ പങ്കെടുക്കാറുണ്ട് അല്ലേ. നമ്മൾ ടി വിയിൽ ഓൺലൈനായിട്ടുള്ള കൺവെൻഷനുണ്ട്, ലൈവായിട്ടുള്ള കൺവെൻഷനുകളുണ്ട്. അത് ചിലപ്പോൾ 10,000, 30,000, 40,000, ചിലപ്പോൾ 1,00,000 മനുഷ്യരെ സംബന്ധിക്കുന്ന കൺവെൻഷനുകളുണ്ട് അല്ലേ. പിന്നെ നമ്മൾ ടി വിയിൽ കൂടിയോ മൊബൈലിൽ കൂടിയോ ഒക്കെ നമ്മൾ വീഡിയോകൾ കാണാറുണ്ട്. പല പ്രഗത്ഭരായ വചനപ്രഘോഷകർ നമ്മുടെ ഇടയിലുണ്ട് അല്ലേ, വൈദികരായിട്ടും അൽമായരായിട്ടും ഒക്കെ. അപ്പോൾ അവരൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ, വചനപ്രഘോഷണങ്ങൾ കേൾക്കുമ്പോൾ വിശ്വാസം നമ്മളിലുണ്ടാകുമെന്നാണ് വചനം പറയുന്നത്. എവിടെയാണ് പറയുന്നത്? ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. കേട്ടല്ലോ. അപ്പോൾ എവിടുന്നാണ് വിശ്വാസം നമ്മളിലുണ്ടാകുന്നത്? റോമർ 10:17 പറയുന്ന വചനമാണിത്. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും,
കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പം ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗങ്ങൾ നമ്മൾ ശ്രവിക്കുകയാണെങ്കിൽ വിശ്വാസം നമ്മളിൽ ഉണ്ടാകും, വർദ്ധിക്കും. വിശ്വാസമുള്ളവർക്ക് അത് വർദ്ധിക്കും, വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം ഉണ്ടാകും. അപ്പം കേൾവിയിൽ നിന്നാണ്. നമ്മൾ എന്തോരം കേൾക്കുന്നോ അത്രയും നല്ലതാണ്. നമ്മൾ വചനപ്രഘോഷണങ്ങൾ നമ്മൾ കേൾക്കണം, ദിവസവും കേൾക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിശ്വാസം തീർച്ചയായിട്ടും വർദ്ധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ് ഇവിടെ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ ധ്യാനിക്കേണ്ടത്? ഞാൻ അങ്ങനെയുള്ള വചനപ്രഘോഷങ്ങളൊക്കെ കേൾക്കാറുണ്ടോ? സപ്പോസ് എനിക്ക് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കേട്ടതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണ്, ഞാൻ വചനപ്രഘോഷങ്ങൾ കേൾക്കാറുണ്ടോ? അത് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? എവിടെയെങ്കിലും കൺവെൻഷനൊക്കെ നടത്തുന്നത് ഞാൻ പോയി അറ്റൻഡ് ചെയ്യാറുണ്ടോ? അറ്റ്ലീസ്റ്റ് ബൈബിൾ എടുത്ത് വായിച്ച് ആ വായന നമ്മൾ ഉറക്കെ വായിച്ച് അത് കേൾക്കുന്നുണ്ടോ? അപ്പോൾ കേൾവിയിൽ നിന്നാണ്, വിശ്വാസം കേൾവിയിൽ നിന്നാണ് വരുന്നത്. നമ്മൾ സ്വന്തമായിട്ട് വായിച്ചാൽ പോലും നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടാകും. പക്ഷേ പ്രഘോഷണങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് വിശ്വാസം നമ്മളിലേക്ക് വർദ്ധിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലേ? ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നാണ്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് എല്ലാ സോഴ്സുകളും ഉണ്ടല്ലേ, എല്ലാ സോഴ്സുകളും ഉണ്ട്. അതിനിപ്പം എവിടെയെല്ലാം വചനം പ്രഘോഷിക്കുന്നുണ്ട്, എവിടെയെല്ലാം വചനം പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ഈ കേരളത്തിലും, പ്രത്യേകിച്ച് കേരളത്തിൽ എവിടെയെല്ലാം അത് പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും അത് കേൾക്കാൻ പറ്റുന്നിടത്ത് കേട്ടോ. പിന്നെ TV ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ഷാലോം TV ഉണ്ട്, ഷെക്കീന TV ഉണ്ട്, ഏതെല്ലാം TVകളുണ്ട്. നമുക്ക് ആ ചാനലുകളൊക്കെ കേട്ട് നമുക്ക് അതിൻ്റെ അകത്ത് വൈകുന്നേരം ഈവനിങ്സിലൊക്കെ പ്രത്യേകിച്ച് വചന പ്രഘോഷണങ്ങൾ കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ശുശ്രൂഷയിൽ പങ്കെടുക്കണം. അങ്ങനെയാണ് നമ്മൾ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ പങ്കെടുത്ത് നമുക്ക് വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നീട് അത് തുടർന്നും അത് കേൾക്കും. അപ്പോൾ അതുകൊണ്ട് കേൾവിയിൽ നിന്നാണ് വിശ്വാസം, അതും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം എന്നുള്ളതാണ്. പിന്നെ തീർച്ചയായിട്ടും ദൈവവചനം നമുക്കറിയാമല്ലോ. ഹെബ്രായരുടെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനം പറയുന്നുണ്ട്. എന്താ ദൈവവചനം? 4-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനം: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. കേട്ടല്ലോ, ഒന്നുകൂടെ വായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. ഹെബ്രായർ 4:12-13 തിരുവചനങ്ങളാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ നമ്മളുടെ അടുത്ത് അപ്പോൾ ഈ ദൈവവചനം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു ഡെഫിനിഷനായത്. എന്തൊക്കെയാണ്? ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. മനസ്സിലായല്ലോ? ഇരുതല വാളിനേക്കാൾ, ഇരുതല വാൾ എന്ന് പറഞ്ഞാൽ 2 വശത്തും മൂർച്ചയുള്ള വാൾ, മൂർച്ചയേറിയതും, ചേതന നമ്മൾ ഇംഗ്ലീഷ് സ്പിരിറ്റ് എന്ന് പറയും, ആത്മാവ് സോള് അല്ലേ, സന്ധിബന്ധങ്ങൾ ജോയിൻസിൽ, മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അതാ ദൈവവചനം. അപ്പോൾ ആ ദൈവവചനത്തിൻ്റെ ആ ശക്തി എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. നമ്മൾ വലിയ കൺവെൻഷനുകളൊക്കെ പങ്കെടുക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെയുള്ള ആ വൈബ്രേഷൻ, ഇപ്പം 1,00,000 മനുഷ്യർ അല്ലെങ്കിൽ 50,000 മനുഷ്യരൊക്കെ പങ്കെടുക്കുന്ന കൺവെൻഷനിലൊക്കെ ഉള്ള ആ വൈബ്രേഷൻ എത്ര വലുതാണെന്നൊന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? മാത്രം രോഗശാന്തികളാണ് അവിടെ നടക്കുന്നറിയാമോ? എല്ലാം വചനമാണ് അവിടെ ഇതെല്ലാം ചെയ്യുന്നത്. വചനമാണ്, ദൈവം തന്നെയല്ലേ യേശു ക്രിസ്തു. വചനം മാംസം ധരിച്ചതല്ലേ കർത്താവായ യേശു. നമ്മൾ 25-ാം തീയതി അതല്ലേ ആഘോഷിക്കുന്നത്, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ജനനം. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ദൈവത്തെ പറ്റി ധ്യാനിച്ചുകൊണ്ട്, ദൈവവചനത്തെ പറ്റി ധ്യാനിച്ചുകൊണ്ട്
ഈ ദൈവവചനത്തെക്കുറിച്ചുള്ള ഈ ഡെഫിനിഷൻ ഒന്ന് കാണാതെയൊക്കെ പഠിച്ച് ധ്യാനിക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ ദൈവവചനം കേൾക്കുവാനായിട്ട് തയ്യാറാകുക. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.